നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ തന്നെയാണ്. നമ്മൾ നേരത്തെ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നതിൽ അരിക്കൊമ്പൻ ഇന്നടത്തെത്തി എന്ന് പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ കർണാടകയുടെ അതിർത്തി പങ്കിട്ടിരിക്കുന്നു. ഒരു സംഘം കർണാടകയിലേക്ക് വെച്ചുപിടിക്കുന്നു, മറ്റൊരു സംഘം ബംഗളൂരുവിലേക്ക് പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു വലിയ ഏതോ ഒരു ഇന്റർനാഷണൽ ക്രിമിനലിനെ പിന്തുടർന്ന ഒരു റൂട്ട് മാപ്പിലാണ് മാധ്യമങ്ങൾ ഇത്തരത്തിൽ വാർത്ത വരുന്നത്. ഇതിനിടയിൽ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് നാളെ പരിഗണിക്കാനിരിക്കുന്ന ജാമ്യ ഹർജി വാദം അടച്ചിട്ട മുറിയിലായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഒരു സ്പെഷ്യൽ ഹർജി അങ്ങോട്ട് നൽകിയിരിക്കുകയാണ്. അടച്ചിട്ട മുറിയിൽ വേണമെന്നുള്ള രാഹുൽ മാങ്കൂട്ടം നിർദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരുപക്ഷെ ഈ മാധ്യമപ്പടയെ പേടിച്ചിട്ടാണോ, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഇനി ഒന്നും തന്നെ തന്റെ സ്വകാര്യത പങ്കുവെക്കേണ്ട എന്നുള്ളതാണോ? അതാവാനുള്ള സാധ്യതയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം തുടക്കം മുതൽ ഇക്കാര്യങ്ങളിൽ വളരെ നിശബ്ദനാണ്. ഒരു ജാമ്യ ഹർജി നൽകിയതിൽ പറഞ്ഞതിനപ്പുറം രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോ ഒരു വെളിപ്പെടുത്തലുകളും ഇര എന്ന് പറയുന്ന ഈ പരാതിക്കാരിയെക്കുറിച്ച് മുൻപ് പറഞ്ഞിരുന്നില്ല. യാതൊരു വിധത്തിലും ഇരയെ പരാമർശിക്കുന്ന ഒരു പ്രയോഗങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കോടതിയിൽ സുപ്രധാനമായ ചില വിവരങ്ങൾ രാഹുൽ ഇതിനകം തന്നെ കൈമാറിയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടു. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷകൻ അത് ശരിവയ്ക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ പറയുന്നത് നാളെ കോടതിയിൽ സ്ഫോടനാത്മകമായ ചില തെളിവുകൾ തങ്ങൾ കൈമാറുമെന്നാണ്. അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഏകദേശം 24ഓളം തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനമായ തെളിവ് ഈ യുവതി ഭർത്താവ് ഒന്നിച്ച് ദീർഘനാൾ ജീവിക്കുന്നു എന്ന ഒരു തെളിവ് തന്നെയാണ്. ഭർത്താവ് ഒന്നിച്ചുള്ള ചിത്രങ്ങൾ, മാസങ്ങളോളം ഭർത്താവും ഒരുമിച്ച് കഴിഞ്ഞിരുന്നു. രാഹുൽ ഈ യുവതിയുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിരുന്നത് എന്ന് സ്ഥാപിക്കാനായിരിക്കും രാഹുലിൻ്റെ അഭിഭാഷകൻ ഏറ്റവും അധികം ശ്രമിക്കുന്നത്. കാരണം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വിലയിരുത്തുമ്പോൾ രാഹുലിൻ്റെ അഭിഭാഷകൻ്റെ വാക്കുകളിലൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ അക്കാര്യമാണ് നമുക്ക് ബോധ്യം വരുന്നത്. നാളെ ഏറെ നിർണായകമാണ്. രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റോടെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കില്ല എന്ന പ്രചരണം കേരളത്തിൽ ഇപ്പോൾ ശക്തമാണ്. പക്ഷേ രാഹുൽ ഈശ്വറിന് സംഭവിച്ച മറ്റൊന്നാണ്. രാഹുലിന് ജാമ്യം ലഭിച്ചേനെ, അത് ചില അപ്രതീക്ഷിത നീക്കങ്ങൾ കൊണ്ട്, രാഹുലിൻ്റെ എടുത്തിയാട്ടം കൊണ്ട് ജാമ്യം പ്രാഥമികമായി നിഷേധിച്ചിരിക്കുന്നു. എന്നാൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടുമെന്ന് നല്ല പ്രതീക്ഷ നിയമവിദഗ്ധർക്കുണ്ട്. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് നാളത്തെ കോടതി മുറിക്കുള്ളിലെ വാദം ഏറെ നിർണായകമാണ്. ഇതുവരെ സമൂഹം അറിയാത്ത പല രഹസ്യങ്ങളും നാളെ രാഹുൽ മാങ്കൂട്ടം കോടതി മുറിക്കുള്ളിൽ ഉന്നയിക്കുമെന്നതിൽ സംശയം വേണ്ട. താൻ എങ്ങനെ ഈ യുവതിയുമായി പരിചയപ്പെട്ടു, ഈ യുവതി തന്നെ എങ്ങനെ സമീപിച്ചു, തങ്ങളുടെ പരിചയം എങ്ങനെയാണ് വളർന്നത്, ഇത്തരം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വാദം സാധാരണഗതിയിൽ ഒരു മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ അത്രയേറെ ഒരു വിസ്താരം വളരെ വിസ്തൃതമായി നടക്കാനിടയില്ല. പക്ഷേ നാളെ ഇക്കാര്യങ്ങളിൽ വളരെ തെളിവുകൾ നിരത്തി ഇരുഭാഗവും തങ്ങളുടെ വാദം കോടതി മുറിക്കുള്ളിൽ ഉന്നയിക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു ഹർജി നൽകിയിരിക്കുന്നത്, അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ വേണമെന്ന്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കോടതിയോട് പറയാനുണ്ടാകും. മറ്റൊന്ന്, യുവതിയെ സംബന്ധിച്ച് യുവതിയുടെ പരാതിക്ക് പിന്നിൽ ചില സമ്മർദ്ദങ്ങളുണ്ട് എന്ന് നേരത്തെ നമ്മൾ കേട്ടിരുന്നു. ആ സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട വാഗ്വാദങ്ങളും അവിടെ ഉയർന്നേക്കാം. ഇതൊക്കെ മാധ്യമങ്ങളിലേക്ക് പരക്കുന്നത് രാഹുലിനെ സംബന്ധിച്ച് രണ്ട് തലത്തിൽ ദോഷം ചെയ്യും. ഒന്ന്, ഈ അതിജീവിത വീണ്ടും ഈ മാധ്യമങ്ങളിലൂടെ ആക്രമിക്കപ്പെടും. മറ്റൊന്ന്, ഈ അതിജീവിത ആക്രമിക്കപ്പെടുമ്പോൾ ഒരു വിഭാഗത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള കലിപ്പ് കൂടും. ഏറെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് രാഹുൽ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിജീവിതയ്ക്ക് പിന്നിൽ കട്ടയ്ക്ക് BJPയും കോൺഗ്രസ് പാർട്ടിയുമുണ്ട്, കോൺഗ്രസ് അല്ല CPM പാർട്ടിയുമുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള മിക്ക നീക്കങ്ങൾക്ക് പിന്നിലും കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾ തന്നെയാണ്. ഇവിടെ അടിസ്ഥാനപരമായി കോൺഗ്രസ് പാർട്ടിയിലെ ചില നേതാക്കൾക്ക് ഒരു പ്രതിസന്ധി നേരിട്ടു. അവർ ആദ്യഘട്ടത്തിൽ കട്ടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നിലപാടെടുത്തു. പിന്നീട് രാഹുൽ മാങ്കൂട്ടം ഒരു പ്രാഥമിക തലത്തിൽ രക്ഷപ്പെട്ട് പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയപ്പോൾ ഇതേ നേതാക്കൾക്ക് വലിയ വെല്ലുവിളിയായി. നാളുകളിൽ രാഹുൽ മാങ്കൂട്ടം വീണ്ടും കസറിയാൽ തങ്ങളുടെ ആ പക പോക്കുമെന്ന് അവർ ഭയപ്പെട്ടു.
എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്തതിൻ്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളും ചില മാധ്യമങ്ങളും ഒക്കെ ചില കോൺഗ്രസ് നേതാക്കളെ വലിച്ചു കീറി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒരു വൃത്തികെട്ടവനാണെന്നും അയാളെ ഭിത്തിയിലൊട്ടിക്കണമെന്നും ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ശാഠ്യമുള്ളത് അവരുടെ ഭാഗം ന്യായീകരിക്കാനാണ്. അപ്പോൾ അവർ ആദ്യഘട്ടത്തിൽ അതിശക്തമായ പ്രതികരണങ്ങൾ നടത്തിയ ചിലരാണ്. രാജ്മോഹൻ ഉണ്ണിത്താനും നമ്മൾ കണ്ടു, കെ മുരളീധരനും ഒക്കെ. അതേ ഗ്രൂപ്പ് തന്നെയാണ് പിന്നെയും കളത്തിലിറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്രമണം നടത്തിയത്. ആത്യന്തികമായി ഇത് കോൺഗ്രസിന് വലിയ ക്ഷീണം ചെയ്തു. നമ്മൾ CPM-ലാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നതെങ്കിൽ ഏത് വിധേനയും പാർട്ടി ഇത് സപ്രസ് ചെയ്ത് കളഞ്ഞേനെ. എത്ര ആരോപണങ്ങൾ അവർക്കെതിരെ വന്നു, അതൊന്നും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. മുസ്ലിം ലീഗിൽ പണ്ട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വന്ന ഐസ്ക്രീം പാർലർ ആരോപണം, ഇതിനേക്കാളൊക്കെ എത്രയോ ഭയാനകമായ ഒരു വേർഷനായിരുന്നു. നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്ന വേർഷൻ. അന്ന് ഇരയാക്കപ്പെട്ട സ്ത്രീകൾ കോഴിക്കോട് ഇന്ത്യ വിഷൻ ഓഫീസിലേക്കൊക്കെ വന്നു കയറുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അപ്പോഴും മുസ്ലിം ലീഗ് സൈലൻ്റ് ആയിരുന്നു. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നൊരൊറ്റ നിലപാടാണ് അവർ കൈക്കൊണ്ടത്. ഇവിടെ കോൺഗ്രസിന് പറ്റിയ തെറ്റ്, കുറ്റാരോപിതനായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ തെരുവിലിട്ട് അലക്കാനും അതിൻ്റെ ഭാരം സ്വയം ഏറ്റെടുക്കാനും കോൺഗ്രസ് പാർട്ടി തയ്യാറായി. അതിൻ്റെ പാപഭാരമാണിപ്പോൾ കോൺഗ്രസ് പാർട്ടി പേറുന്നത്. മറുവശത്ത് രാഹുൽ കൂടുതൽ നിസ്സഹായനാകുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ അയാളോട് ഈ ഒരു വന്യമായ സിമ്പതി, അതാണിപ്പോൾ കേരളത്തിൽ നമ്മൾ കാണുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു അനുകൂലമായ ഒരു വികാരം ഈ കമൻറ്റുകളിലൊക്കെ കാണാം. ഏറെ വിചിത്രമെന്ന് നമുക്ക് തോന്നാം. കാരണം വിവാഹിതയായ ഒരു യുവതിയെ സമീപിച്ച് ചില ഓഫറൊക്കെ കൊടുത്ത് ഗർഭിണിയാക്കി, പിന്നീട് ഗർഭചിത്രം നടത്തി, തൻ്റെ ഇംഗിതങ്ങൾക്ക് ഉപയോഗിച്ചു, പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു, നഗ്നചിത്രങ്ങളെടുത്തു, ഒട്ടനവധി ആരോപണങ്ങൾ. പക്ഷേ ഈ ആരോപണങ്ങൾ ജനങ്ങൾ അത്ര കണ്ട് വിശ്വസിക്കുന്നില്ല. ഇവിടെ ഇരയാക്കപ്പെട്ട യുവതിയെ നമുക്ക് യാതൊരു തരത്തിലും അധിക്ഷേപിക്കാൻ കഴിയില്ല. പക്ഷേ അവരുന്നയിക്കുന്ന പല വിഷയങ്ങളിലും വിരുദ്ധ അഭിപ്രായം സമൂഹം വെച്ച് പുലർത്തുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നത്. പല തലത്തിൽ ധാർമ്മികമായി സദാചാരപരമായി രാഹുൽ മാങ്കൂട്ടം ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. അതിനെ നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കുക വയ്യ. പക്ഷേ മറുവശത്ത് ഈ യുവതിയെ ചിലർ ചോദ്യം ചെയ്യുന്നു. ഇപ്പം അതിൻ്റെ പേരിലാണല്ലോ രാഹുൽ ഈശ്വർ അകത്ത് കിടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് നാളെ ഏറെ നിർണായകമാണ്. നാളെ വൈകുന്നേരം 5 മണി കോടതി വിധി വരുന്നതുവരെ, എപ്പോഴാണെന്ന് നമുക്കറിയില്ല കോടതി കേസെടുക്കുന്നതും, ഇനി വിധി നാളെ തന്നെ പറയുമോ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുമോ എന്നറിയില്ല. എന്തായാലും ആ വിധി വരുന്നതുവരെ ഇപ്പോൾ കഴിയുന്ന ഒളിവിടത്തിൽ തന്നെ അയാൾ താമസിക്കുന്നതാണ് അയാളുടെ ഒരു രാഷ്ട്രീയ ഭാവിക്കും അയാളുടെ ഭാവിക്കും നല്ലത്. ചെന്ന് പെട്ടെന്ന് പിടികൊടുത്ത് ജയിലറയ്ക്കുള്ളിലേക്ക് കടന്നാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു. അത് രാഷ്ട്രീയമായി UDF-ന് വലിയ ക്ഷീണം ചെയ്യും. നാളെ ഏതെങ്കിലും തരത്തിൽ ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചാൽ ഹൈക്കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ നൽകാനുള്ള അടുത്ത ഓപ്ഷനിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകന് കടക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും നാളെ പിടികൊടുക്കാനുള്ള സാധ്യതയില്ല. പൊതുവെ കണക്ക് കൂട്ടുന്നത് നാളെ സെഷൻസ് കോടതിയിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണെന്നാണ്. നമുക്കറിയില്ല, എന്തായാലും അതിൽ കാത്തിരിക്കാം. മറുവശത്ത് രാഹുലിൻ്റെ വിചിത്ര നീക്കങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒളിവിലിരുന്നു കൊണ്ട് വീണ്ടും വീണ്ടും തെളിവുകൾ അഭിഭാഷകനെത്തിക്കുന്നു, അഭിഭാഷകനത് കോടതിയിലെത്തിക്കുന്നു. അതും വാട്സാപ്പ് ചാറ്റുകളുടെയൊക്കെ ഹാഷ്ടാഗ് അടക്കമാണ്, ആ ഹാഷ് വാല്യൂ അടക്കമാണ്. വാട്സാപ്പ് ചാറ്റുകൾ, ശബ്ദരേഖകൾ, മറ്റു തെളിവുകൾ, ചിത്രങ്ങൾ, ഈ യുവതി ഭർത്താവും ഒന്നിച്ച് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ കോടതിക്ക് നൽകിയെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഏകോപിപ്പിച്ച് കൃത്യമായി സംഘടിപ്പിച്ച് കൈമാറാൻ കഴിയുന്നു എങ്കിൽ രാഹുലിനെ സഹായിക്കാൻ വലിയൊരു വിഭാഗം അയാൾക്കൊപ്പമുണ്ട്. പല തലങ്ങളിൽ രാഹുലിന് വലിയ സഹായം കിട്ടുന്നു. ഇത് അന്വേഷണ സംഘത്തെ കുരുക്കുന്നത് ചില്ലറയൊന്നുമല്ല. അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ അപ്പോൾ ചോർന്നു കിട്ടുന്നു. ശരിക്കും ഈ അന്വേഷണ സംഘത്തെ കുരുക്കുന്നതാണോ, അതോ അന്വേഷണ സംഘം മനഃപൂർവ്വമായിട്ട് പിടിക്കേണ്ട എന്നുള്ള തരത്തിലുള്ള പോക്കാണോ? കാരണം നമുക്കറിയാം, നമ്മുടെ കേരള പോലീസിനെ അത്ര നമുക്ക് ചെറുതാക്കാനൊന്നും പറ്റില്ല. എവിടെയാണെങ്കിൽ ബംഗാളിൽ പോലും പോയി ഏത് സ്ഥലത്ത് പോയി ഏത് ക്രിമിനലിനെ 24 മണിക്കൂർ കൊണ്ട് പൊക്കിയെടുത്ത ചരിത്രമൊക്കെ നമ്മുടെ കേരള പോലീസിനുണ്ട്. അപ്പം അത്തരത്തിൽ രാഹുലിൻ്റെ റൂട്ട് കൃത്യമായിട്ട്, പ്രത്യേകിച്ച് രാഹുൽ ഒരു ഫെയിമാണ്, എല്ലാവർക്കും അറിയാം. കേരളത്തിന് പുറത്തും ഒരുപക്ഷെ രാഹുലിനെ അറിയാവുന്നവരുണ്ട്. രാഹുലിനെ അങ്ങനെ പിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല കേരള പോലീസിന്. പക്ഷേ ഇതിപ്പോൾ നീട്ടിക്കൊണ്ട് പോകുന്നത് ഒരുപക്ഷെ രാഹുലിനെ പിടിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം പൂർണ്ണമായും രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ ഒരു വിജയമായിട്ട് ചിലപ്പോൾ മാറിയേക്കാം.
അങ്ങനെയെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാത്ത തരത്തിൽ, രാഹുലിന്റെ വിഷയം സ്വാധീനിക്കാത്ത തരത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിന് മുന്നേറാൻ പറ്റും. ഇത് ഒരുപക്ഷെ CPM-നെ വലയിലാക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കുമോ ഇത്തരത്തിൽ ഡിലേ വരുന്നത്? ഇല്ല, രാഹുലിനെ അറിഞ്ഞുകൊണ്ട് പിടിക്കാതിരിക്കുന്നതാണെങ്കിൽ ആ മെസ്സേജ് സമൂഹത്തിലേക്ക്, മാധ്യമങ്ങൾക്കിടയിലേക്ക് ഭരണകൂടം തന്നെ പരത്തും. അതിൽപ്പെട്ട മാധ്യമങ്ങളെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാം? പക്ഷെ അത് തീർച്ചയായിട്ടും അവർ അത്തരം ഒരു മെസ്സേജ് തന്നെ കൊടുക്കും. കാരണം ഇപ്പോൾ പിടിക്കുന്നില്ല, മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കട്ടെ, കോടതിയുടെ വിധി വരുന്നതുവരെ ഒരു മെല്ലപ്പോക്ക് നയമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നതെന്ന്. പക്ഷെ അതിന് ഘടകവിരുദ്ധമായ കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ. എല്ലാ ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർക്കും ക്രമസമാധാന ചുമതലയുള്ള ADGP കർശന നിർദ്ദേശം നൽകി, നിങ്ങളുടെ ജില്ലയിൽ രാഹുലിനെ ഒളിച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം ജില്ലാ പോലീസ് സൂപ്രണ്ടിനുണ്ട് എന്ന മട്ടിൽ. അപ്പോൾ ജില്ലകൾ തോറും വലിയ പരിശോധനകൾ നടത്തുന്നത് നമുക്ക് കൃത്യമായ റിപ്പോർട്ടുകളുണ്ട്. എല്ലാ ജില്ലകളിലും വളരെ ശക്തമായ പരിശോധനകളാണ് നടത്തുന്നത്. പാലക്കാട് നിന്ന് അതിവിദഗ്ധമായി മുങ്ങിയ രാഹുൽ നേരെ പൊള്ളാച്ചിയിലേക്കാണ് പോയത്. പൊള്ളാച്ചിയിൽ രാഹുൽ ചെന്ന തെളിവുകൾ പോലീസിന് കിട്ടി. പൊള്ളാച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയി. കോയമ്പത്തൂരിൽ അന്വേഷണ സംഘം എത്തി. ഇപ്പോൾ തമിഴ്നാട്ടിൽ SITയുടെ ഒരു വിഭാഗമുണ്ട്. അവർ തമിഴ്നാട് പോലീസുമായി ചേർന്ന് വിപുലമായ പരിശോധനകൾ നടത്തുകയാണ്. കർണാടക ബംഗളൂരുവിൽ മറ്റൊരു പോലീസ് സംഘമുണ്ട് SITയുടെ. അപ്പോൾ SIT വിവിധ ടീമുകളായി തിരിഞ്ഞ് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധനകൾ തുടരുന്നു. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരുപക്ഷെ അപൂർവമായിരിക്കാം ഈ CCTVകളുടെ പരിശോധന. കഴിഞ്ഞ ഇന്നലെയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി പാലക്കാട് മേഖലയിലുള്ള, പ്രത്യേകിച്ച് പാലക്കാട് തമിഴ്നാട് ബോർഡറിലുള്ള എല്ലാ ക്യാമറകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. അപ്പോൾ രാഹുലിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലാണ് കാണുന്നത്. ഇതിനിടയിലാണ് ഒരു ചുവന്ന പോളോ വോക്സ്വാഗൻ കാറ് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ കാറിൻ്റെ ഉടമ ഒരു സിനിമാ നടിയാണെന്ന് കണ്ടെത്തി. ആ സിനിമാ നടി ഇപ്പോൾ സംസ്ഥാനത്തിന് പുറത്ത് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ട്. സിനിമാ നടിയോട് ചോദിച്ചപ്പോൾ കാറൊക്കെ തൻ്റേതാണ്, പക്ഷേ താൻ ഈ അതിജീവിത എന്ന് പറയുന്ന യുവതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതിനൊക്കെ മുമ്പ് ഇയാളുടെ ആവശ്യത്തിന് വേണ്ടി കൊടുത്തതാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ കാറിനെ സംബന്ധിച്ച് നടിയെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ നിർവാഹമില്ലാതെ സാങ്കേതികമായി കുരുങ്ങി നിൽക്കുന്ന പോലീസ്. ഇതിനിടയിൽ അടൂർ കേന്ദ്രീകരിച്ച് നിരവധി ആളുകളെ ചോദ്യം ചെയ്തു, കസ്റ്റഡിയിലെടുത്തു, പോലീസ് റെയ്ഡുകൾ നടത്തി. അവിടെ ഒന്നും ഒരു പിടിയും കൊടുക്കുന്നില്ല. പാലക്കാട് നിന്ന് ഊളിയിട്ട് പോയ രാഹുൽ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. ആ ഫ്ലാറ്റിലെ, കുന്നത്തൂർമേടിലെ ഫ്ലാറ്റിലുള്ള ആ CCTV ദൃശ്യങ്ങൾ പോലും അങ്ങ് മായ്ച്ചു കളഞ്ഞു. DVRൽ നിന്ന് അങ്ങ് മായ്ച്ചു കളഞ്ഞു. ആ ലാസ്റ്റ് ഡേയിൽ 1 മാസം മുമ്പുള്ള ദൃശ്യങ്ങൾ ഈ DVRൽ ഇപ്പോൾ ലഭിക്കുന്നില്ല. ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് 1 മാസം മുമ്പ് DVR പോലും മാറ്റിയെന്നാണ്. അപ്പോൾ അത്ര വലിയ ആസൂത്രണം അവിടെയൊക്കെ നടന്നിരിക്കുന്നു. CCTVകളില്ലാത്ത ഊടുവഴികളിലൂടെയാണ് ഇയാൾ കടന്നത്. തമിഴ്നാട്ടിലും പല സ്ഥലങ്ങളിലും CCTV ഉണ്ട്. അവിടെയൊന്നും ദൃശ്യങ്ങളിലില്ല. ആദ്യം ചുവന്ന പോളോ കാർ പോകുന്നതുണ്ട്, പക്ഷെ കാർ പിന്നീട് അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ അതിശക്ത നീക്കങ്ങളാണ് രാഹുൽ ഇപ്പോൾ തുടരുന്നത് എന്ന് വ്യക്തം. പക്ഷെ അതിൽ SIT പിന്നാലെ പായുന്നുണ്ട്, പിന്നാലെ സർവ്വശക്തിയും എടുത്ത് രാഹുലിനെ പിടികൂടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ രാഹുൽ സെഷൻസ് കോടതിയിൽ ഇപ്പോൾ ഒരു പക്ഷേ ജാമ്യ ഹർജിയെ തള്ളിക്കളഞ്ഞാൽ പിന്നീട് ജില്ലാ സെഷൻസ് കോടതി, പിന്നെ ഹൈക്കോടതിയിലേക്ക് പോകേണ്ടത്, അപ്പോൾ ഒരു ഡിലേ വരാൻ സാധ്യതയുണ്ട്. നല്ല ഡിലേ, ഒരാഴ്ചയെങ്കിലും ഡിലേ. അപ്പൊ അത് വീണ്ടും ഈ ഒളിവ് ജീവിതം രാഹുൽ തുടരേണ്ടി വരത്തില്ലേ? അല്ല, അതും രാഹുലിനെ സംബന്ധിച്ച് അത് മാത്രമേ മുന്നിലുള്ള പോംവഴിയുള്ളൂ. പിടികൊടുത്താൽ ജയിലഴിക്കുള്ളിൽ ഒരാഴ്ച രാഹുൽ കിടന്നാൽ അത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ആഘോഷമായി മാറും. രാഹുലിനെ പിടിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു, ജയിലഴിക്കുള്ളിലുള്ള രാഹുലിൻ്റെ കഥകൾ, ഇതൊക്കെ ആഘോഷിക്കാൻ കഴിയും. പിന്നീട് രാഹുലിൻ്റെ ചരിത്രം. ഒരു പക്ഷേ രാഹുൽ ജയിലഴിക്കുള്ളിൽ അകപ്പെട്ടാൽ ഇനി പുതിയ പരാതിക്കാരെങ്കിലും കടന്നു വരുമോ എന്ന ഭയം പൊതുവെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്, അവർ പങ്കുവയ്ക്കുന്ന വിവരങ്ങളനുസരിച്ച്. പക്ഷെ അത്രത്തോളം സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഏറെ ദുർബലനായിരിക്കുന്നു ഇപ്പോൾ രാഹുൽ എന്നാണൊരു ആളുകൾ കരുതുന്നത്. ഇത്തരം ഘട്ടത്തിൽ പരാതിക്കാരും പുതുതായി രംഗത്തെത്തുന്നില്ല, മറ്റ് ആക്ഷേപങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരൊറ്റ പരാതി മാത്രമേ ഉള്ളൂ, അത് ഒരു വിവാഹിതയായ യുവതിയുടെ. ആ പരാതി എത്രത്തോളം നിലനിൽക്കും എന്ന് നമുക്ക് നിയമപരമായിട്ട് പറയാൻ ഇപ്പം കഴിയില്ല. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ വളരെ നിർണായകമായ ചില നീക്കങ്ങൾ ഒരു വശത്ത് ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘത്തെ കൊണ്ട് നടത്തുന്നു, മറുവശത്ത് രാഹുലിൻ്റെ തന്നെ സംഘാംഗങ്ങളുടെ സഹായത്തോടെ രാഹുൽ അതിവിദഗ്ധമായി മുങ്ങി നടക്കുന്നു. രാഹുലിനെ പിടിച്ചാൽ, ഒരുപക്ഷെ ജാമ്യം കിട്ടിയില്ല, രാഹുൽ പിടിക്കപ്പെട്ടാൽ ഒരുപക്ഷെ കോൺഗ്രസ് ഇനി ചേർത്ത് വെക്കുമോ? അല്ല, കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ വീണ്ടും ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക തുടങ്ങിയ ഉടായ്പകൾ എടുക്കേണ്ടി വരും. പിന്നീട് കോൺഗ്രസ് പാർട്ടിയിലേക്കും കൂട്ടിക്കൊണ്ടുവന്നാൽ മതിയല്ലോ. പക്ഷേ രാഷ്ട്രീയ കരിയർ
അത് കുറച്ചു കാലത്തേക്കെങ്കിലും ബലി കഴിക്കേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തിലിന്. മറുവശത്ത് ഈ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാനിടയായാൽ രാഹുലിനെ സംബന്ധിച്ചതൊരു നിർണായക വിജയം തന്നെയാണ്. പിന്നീട് രാഹുലിന് തൻ്റെ ഭാഗം അവതരിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ ഈ കോടതിയിൽ വിസ്താരം നടക്കുമ്പോൾ അടച്ചിട്ട കോടതിയിൽ വേണമെന്ന് രാഹുൽ ശാഠ്യം പിടിക്കുന്നത് നമ്മെ വീണ്ടും അത്ഭുതപ്പെടുത്തുന്നു. സാധാരണഗതിയിൽ ഒരു ഓപ്പൺ കോർട്ടിലാണ് എങ്കിൽ തനിക്ക് പറയാനുള്ളതെല്ലാം മാധ്യമങ്ങളിൽ കൂടി വരുമല്ലോ, അപ്പോൾ കൂടുതൽ ചർച്ചയാകുമല്ലോ. അത്തരമൊരു സാധ്യതയ്ക്ക് പോലും രാഹുൽ ശ്രമിക്കുന്നില്ല. ഇനി അടച്ചിട്ട കോടതിയിലാണെങ്കിലും ഈ കേസ് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് കിട്ടും. എന്തായാലും നമുക്ക് ഉറപ്പിച്ചു പറയാം, നിർണായക നീക്കങ്ങൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം മാത്രമാണ് എല്ലാ മാധ്യമങ്ങളും നിറഞ്ഞു നിൽക്കുന്നത്. ശബരിമല വിഷയമടക്കം നിരവധി പ്രശ്നങ്ങൾ കേരളം സംസ്ഥാനം നേരിടുന്ന വിഷയങ്ങളൊക്കെ എങ്ങോട്ടേക്കോ പോയിരിക്കുന്നു. ഏതായാലും പെൺവിഷയത്തിൽ തന്നെ പിണറായി സർക്കാർ പിടിമുറുക്കുമ്പോൾ കോൺഗ്രസ് അതിനെ എങ്ങനെ അതിജീവിക്കുമെന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.